കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് സമ്പൂർണ്ണ അവഗണന. പ്രഖ്യാപിച്ച അതിവേഗ റെയിൽ കോറിഡോറുകളിൽ കേരളമില്ല. എയിംസ് പ്രഖ്യാപിച്ചില്ല. പ്രത്യേക പാക്കേജ് ഇല്ല. വിഴിഞ്ഞത്തിന് സഹായമില്ല. നികുതി വിഹിതത്തിലും വർധനയില്ല. കേരളത്തിനുള്ളത് ധാതു ഇടനാഴിയും കടലാമ നിരീക്ഷണ കേന്ദ്രവും. കേരളം കേരളം എന്ന് ആർത്തു വിളിച്ച് സംസ്ഥാന എംപിമാർ. We will develop 7 high-speed rail corridors: Hyderabad to Chennai, Chennai to Bengaluru, Delhi to Varanasi, Varanasi to Siliguri. കേരളത്തിൽ കടലാമ മാത്രമല്ല ഉള്ളതെന്ന് കേന്ദ്ര സർക്കാരിനോട് മുഖ്യമന്ത്രി. കേരളത്തിന് എന്താണ് അയോഗ്യത എന്ന് ചോദ്യം. അർഹതപ്പെട്ടത് തരാതെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി. BJP കേരളത്തോട് കാട്ടുന്നത് പകപോക്കൽ. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ മറുപടി പറയണമെന്നും പിണറായി വിജയൻ. കേരളത്തെ കേന്ദ്ര ബജറ്റിൽ അവഗണിച്ചതിനെതിരെ ഭരണ പ്രതിപക്ഷ നിര. പ്രതീക്ഷിച്ചതൊന്നും കിട്ടിയില്ല എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ യുദ്ധപ്രഖ്യാപനമെന്ന് MP ഗോവിന്ദൻ. വാഗ്ദാന ലംഘന ബജറ്റെന്ന് CPI. കേരളം കേന്ദ്രത്തിന്റെ ഭാഗമല്ലേ എന്ന് VD സതീശൻ. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയെ പ്രതിരോധിക്കാൻ പെടാപ്പാടുപെട്ട് സംസ്ഥാന BJP. എന്തെങ്കിലും കിട്ടണമെങ്കിൽ NDA അധികാരത്തിൽ വരണമെന്ന് രാജീവ് ചന്ദ്രശേഖർ. പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കിയോ എന്ന് ചോദിച്ച് ഒഴിഞ്ഞുമാറൽ. എയിംസിനെ കുറിച്ച് പല മട്ടിൽ ഉത്തരം പറഞ്ഞ് വെള്ളത്തിലായി രാജീവ് ചന്ദ്രശേഖർ. ഇതിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായില്ല എന്നാണ്, എൻ്റെ പൊട്ട മലയാളം മനസ്സിലാക്കിയില്ല എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ധാതു ഇടനാഴിയിന്മേൽ വിവാദം. വിഴിഞ്ഞം കൊച്ചി ധാതു ഇടനാഴി സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി കേരളത്തിന്റെ ധാതു സമ്പത്ത് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമെന്ന് സംശയിച്ച് വ്യവസായ മന്ത്രി P രാജീവ്. വ്യവസായ വകുപ്പ് ഭൂമി തരാമെന്ന് പറഞ്ഞിട്ടും എയിംസ് അനുവദിച്ചില്ല എന്ന് വിമർശനം. ജനാകർഷകമായ പദ്ധതികളോ പ്രഖ്യാപനങ്ങളോ ഇല്ലാതെ നിർമ്മല സീതാരാമന്റെ കേന്ദ്ര ബജറ്റ്. പുതിയ ആദായ നികുതി നിയമം ഏപ്രിൽ 1 മുതൽ വാഹന അപകട ഇൻഷുറൻസ് തുകയെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കി. ചെറുകിട നികുതി വെട്ടിപ്പിന് പിഴശിക്ഷ മാത്രം. പ്രവാസികൾക്ക് ഓഹരി വിപണിയിൽ കൂടുതൽ നിക്ഷേപം ഇറക്കാം. വിദേശ നിക്ഷേപ പരിധി കൂട്ടി. ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ ക്യാൻസർ രോഗികൾക്ക് ആശ്വാസം. ക്യാൻസറിനുള്ള 17 മരുന്നുകൾക്ക് കസ്റ്റംസ് തീരുവ ഒഴിവാക്കി. പ്രമേഹ മരുന്നുകൾക്കും വില കുറയും. 3 പുതിയ ആയുർവേദ എയിംസ് പ്രഖ്യാപിച്ച് കേന്ദ്ര ബജറ്റ്. റാഞ്ചിയിൽ നിംഹാൻസ്. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിൽ മാറ്റമില്ല. 41% തുടരുമെന്ന് നിർമ്മല സീതാരാമൻ. AI സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കാൻ കൂടുതൽ നിക്ഷേപം. കർഷകർക്കായി ബഹുഭാഷ AI ടൂൾ. ആനിമേഷൻ ഗെയിമിംഗ് മേഖലയ്ക്കായി പ്രത്യേക പദ്ധതി. സ്കൂളുകളിലും കോളേജുകളിലും കണ്ടന്റ് ക്രിയേറ്റർ ലാബുകൾ. നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് ഐതിഹാസിക ബജറ്റെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യ ഉടൻ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകും. പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കും. തൊഴിലവസരങ്ങൾ കൂടുമെന്നും മോദി. യഥാർത്ഥ പ്രശ്നങ്ങളെ അവഗണിച്ചെന്നും എല്ലാം അവഗണിക്കപ്പെട്ടെന്നും രാഹുൽ ഗാന്ധി. ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ ഓഹരി വിപണിക്ക് നിരാശ. കൂപ്പുകുത്തി വിപണി സൂചികകളിൽ. ഉച്ചയ്ക്ക് സെൻസെക്സ് ഇടിഞ്ഞത് 2300 പോയിന്റ് വരെ. ക്ലോസിംഗിൽ സെൻസെക്സിൽ 1500 പോയിന്റിന്റെയും നിഫ്റ്റിയിൽ 500 പോയിന്റിന്റെയും നഷ്ടം. നിക്ഷേപകർക്ക് നഷ്ടം 6 ലക്ഷം കോടിയോളം. വ്യവസായി CJ റോയിക്ക് വിട ചൊല്ലി ഉറ്റവർ. സംസ്കാരം നടന്നത് ബംഗളൂരു ബനാർഘട്ടയിലെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ലക്ഷറി റിസോർട്ടിൽ. റോയിയുടെ മരണത്തിൽ കുടുംബത്തിന്റെ ആരോപണങ്ങൾ തള്ളി SIT. മരണദിവസം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് അന്വേഷണ സംഘം. നടന്നത് രേഖകളുടെ പരിശോധന. ലിയോ 14 മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രിക്ക് സമയം അനുവദിച്ചു വത്തിക്കാൻ. മാർച്ച് 4 മാർപ്പാപ്പയുടെ പൊതു സന്ദർശക വേദിയിൽ കൂടിക്കാഴ്ച. സ്വകാര്യ സന്ദർശനത്തിന് അനുമതിയില്ല. മറുപടി സംസ്ഥാന സർക്കാർ വത്തിക്കാൻ എംബസിക്ക് നൽകിയ കത്തിന്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗോതയിൽ ഇടതുപക്ഷം. MP ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥയ്ക്ക് കാസർഗോഡ് തുടക്കം. ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി. 5 മണ്ഡലങ്ങളിലെ സ്വീകരണത്തിന് ശേഷം നാളെ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. VD സതീശൻ പോരിൽ നിന്ന് പിന്മാറിയതോടെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് മന്ത്രി V ശിവൻകുട്ടിയും. രാജ്ഭവൻ മാർച്ചിലെ വിവാദ പ്രസംഗത്തിന് പിന്നാലെ സതീശൻ തന്നോട് ഇക്കാര്യം പറഞ്ഞു. തിരിച്ച് ആഞ്ഞടിക്കുമെന്ന് താനും പറഞ്ഞു. പാർട്ടി പറഞ്ഞാൽ പറവൂരിൽ മത്സരിക്കാമെന്നും തമാശ രൂപേണ പ്രതികരണം.
SSLC പരീക്ഷ മാർച്ച് 5-ന് തുടങ്ങുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മോഡൽ പരീക്ഷ ഫെബ്രുവരി 16 മുതൽ, ഫലപ്രഖ്യാപനം മെയ് 8-ന്. പഠനഭാരം 25% കുറയ്ക്കുന്നത് കരിക്കുലം കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്ത ശേഷമെന്നും മന്ത്രി. ചികിത്സാ പിഴവിനെ തുടർന്ന് വലതുകൈ മുറിച്ചുമാറ്റിയ 9 വയസ്സുകാരി വിനോദിനിക്ക് പുതുജീവിത തുടക്കം. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കൃത്രിമ കൈ വെച്ചുപിടിപ്പിച്ചു. ധനസഹായമൊരുക്കിയത് VD സതീശൻ ഇടപെട്ട്. കുഴപ്പമില്ല, ഒന്നും തോന്നിയില്ല. സന്തോഷം തോന്നിയില്ലേ? ഓ, ഇനി ഈ കൈ കഴിഞ്ഞിട്ട് വേറെ കൈ വെക്കണം പറഞ്ഞു. വിനോദിനിക്കും കുടുംബത്തിനും വീട് വെച്ച് നൽകുമെന്നും പ്രതിപക്ഷ നേതാവ്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വില കൂട്ടി. സിലിണ്ടറിന് 49 രൂപ വർദ്ധിച്ച് 1747 രൂപയായി. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. പഞ്ചാബ് കോൺഗ്രസിൽ ഉൾപ്പോര് രൂക്ഷം. മുതിർന്ന നേതാവ് നവജോത് കൗർ സിദ്ധു പാർട്ടി വിട്ടു. പടിയിറക്കം സംസ്ഥാന അധ്യക്ഷനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച്. അമരീന്ദർ സിംഗ് കഴിവുകെട്ടവനെന്ന് കടന്നാക്രമണം. ബോളിവുഡ് സംവിധായകൻ രോഹിത് ഷെട്ടിയുടെ മുംബൈയിലെ വീടിന് മുന്നിൽ വെടിവെപ്പ്. ആളപായമില്ല. 4 റൗണ്ട് വെടിവെച്ച് കേട്ടതായി പ്രദേശവാസികൾ. സുരക്ഷ ശക്തമാക്കി പോലീസ്. ഇറാനെ US ആക്രമിച്ചാൽ മേഖലാ യുദ്ധമായി മാറുമെന്ന് ആയത്തോല അലി ഖമനൈ. ട്രംപിന്റെ ഭീഷണിയിൽ ഇറാൻ ഭയപ്പെടില്ലെന്നും പരമോന്നത നേതാവ്. രാജ്യത്തിനെതിരായ ആക്രമണ ശ്രമങ്ങളെ ശക്തമായി പ്രതിരോധിക്കുമെന്നും ഖമനൈ. നിർണായക ഹോർമുസ് കടലിടുക്കിൽ നാവികാഭ്യാസത്തിനൊരുങ്ങി ഇറാൻ സൈന്യം. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ആക്രമണ പരമ്പര. ബലൂജ് ലിബറേഷൻ ആർമിയും പാക് സൈന്യവും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 100-ലേറെ പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ 15 പാക് സൈനികരും. നിരവധി പേർക്ക് പരിക്ക്. ഗാസയിലെ റഫ അതിർത്തി നാളെ തുറക്കുമെന്ന് ഇസ്രയേൽ. പലസ്തീനികൾക്ക് കാൽനടയായി അതിർത്തി കടക്കാം. ഏകോപന ചുമതല ഈജിപ്തിനും യൂറോപ്യൻ യൂണിയനും. ഗാസയിൽ നിന്നും പുറം ലോകത്തേക്കുള്ള ഏക കവാടം തുറക്കുന്നത് 2 വർഷങ്ങൾക്ക് ശേഷം. വെനസ്വേലൻ എണ്ണ വാങ്ങാൻ ഇന്ത്യ സമ്മതിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിന് പകരം വെനസ്വേലൻ എണ്ണ വാങ്ങാൻ ഇന്ത്യ കരാർ തയ്യാറാക്കി. ചൈനയുമായും അമേരിക്ക ധാരണയിലെത്തിയെന്നും ട്രംപ്. കാര്യവട്ടത്തും പരാജയപ്പെട്ടതോടെ സഞ്ജു സാംസണെ വിമർശിച്ച് മുൻ ഇന്ത്യൻ താരം K. ശ്രീകാന്ത്. സഞ്ജുവിന് പകരം ഇഷാൻ കിഷനെ ഓപ്പണറും വിക്കറ്റ് കീപ്പറുമാക്കണമെന്ന് വാദം. മറ്റൊരു താരത്തിനും ലഭിക്കാത്ത അവസരം സഞ്ജുവിന് നൽകിയെന്നും ശ്രീകാന്ത്. 10 ഇന്നിംഗ്സുകളിൽ അവസരം ലഭിച്ചിട്ടും മുതലാക്കിയില്ലെന്നും വിമർശനം. അണ്ടർ-19 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് ഭേദപ്പെട്ട തുടക്കം. 1 വിക്കറ്റ് നഷ്ടത്തിൽ 30 റൺസ് പിന്നിട്ടു. 9 റൺസുമായി മിൻഹാസ് പുറത്ത്. പാകിസ്ഥാന്റെ വിജയലക്ഷ്യം 253.